നമസ്കാരം. അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പോലീസിനെ പറ്റിയാണ്. കേരള പോലീസും അമേരിക്കയിലെ പോലീസും ന്യൂയോർക്കിലെ പോലീസും ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസമല്ല, ഇവ തമ്മിലുള്ള ഒരു താരതമ്യം. അതിലെ ആത്യന്തികമായിട്ട് പറയുന്നത് പോലീസ് എവിടെയാണേലും ഒരുപോലെയാണ്. കേരളത്തിലാണേലും അമേരിക്കയിലാണേലും ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവരുടെ അവരുടെ നിലപാടുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും ആ പ്രവർത്തന ശൈലിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരേ ഒരു വ്യത്യാസം രണ്ടിടത്തും സംഭവിക്കുന്നത് ഈ ബലവാന്മാര് ആ നിയമമാകുന്ന ചിലന്തി വല പൊട്ടിച്ച് കടന്നു പോകും. പാവപ്പെട്ടവർ അതിൻ്റെ അകത്ത് കുടുങ്ങും, അവരെ ശരിപ്പെടുത്തും. അപ്പോൾ കേരള പോലീസിന്റെ ഒരു ഗുണം അവർ കൈക്കൂലി വാങ്ങും എന്നുള്ളതാണ് ഒരു ഗുണം. എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെട്ടു പോരാം. നേരെ മറിച്ച് അമേരിക്കൻ പോലീസ് അങ്ങനെ കൈക്കൂലി വാങ്ങിയല്ല, എന്തിനെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ജീവിതം തകർത്തേ വിടത്തുള്ളൂ. അപ്പൊ അതാണ് കേരള പോലീസും അമേരിക്കൻ പോലീസും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനി ഈ കേരള പോലീസിനോട് ഇത്ര അമർഷം, എനിക്ക് പ്രത്യേകിച്ച് അമർഷമൊന്നുമില്ല, ഒരു പോലീസിനോടും പ്രത്യേകിച്ച് അമർഷമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ കാരണം വളരെ അമർഷമില്ലാത്തതിന്റെ ഒരു കാര്യം, വളരെ വളരെ മാന്യരായ ആളുകൾ ചിലരൊക്കെ പോലീസ് ചേരുന്ന കണ്ടിട്ടുണ്ട്. ആ പോലീസിൽ ചേർന്ന് കഴിയുമ്പോൾ അവർ ആള് മാറിപ്പോവും. അവര് ആ റഫായിട്ട്, അവർ പരുക്കനായിട്ട്, അവർ ഏതോ രീതിയിൽ ആളുകളോട് മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്ന രീതി കണ്ടിട്ടുണ്ട്. വളരെ മാന്യരായ ആളുകൾ ഈ പോലീസിൽ ചേർന്ന് കഴിഞ്ഞ് വരുന്ന മാറ്റങ്ങളാണ്. കാരണം ആ ജോലി അതുപോലെയാണെന്ന് തോന്നുന്നു. ഒരുതരപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും ഒരുതരം ആളുകളുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോഴൊക്കെ അവരും മാറിപ്പോകുന്നു. അതാണ് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അവർക്ക് കാർക്കശ്യത്തോട് പെരുമാറിയേ പറ്റൂ, അല്ലെ നിഷ്ഠൂരമായിട്ട് പെരുമാറിയേ പറ്റൂ, അങ്ങനെയൊക്കെയുള്ള സ്ഥിതി വരുന്നു. അതായിരിക്കാം കാരണം. എന്തായാലും ഇതിപ്പോ നമ്മൾ പോലീസിനെ പറ്റി പറയുന്നത്, ഈ നെയ്യാറ്റിൻകരയിലെ ആ കുടുംബം, ആ രണ്ടുപേര് തീവെച്ച് മരിച്ചതില് മരിച്ചതിലും അതിനുശേഷവും ഉണ്ടായ സംഭവങ്ങളിലെ കേരള പോലീസിനെയാണ് അതിശക്തമായിട്ട് ആളുകൾ വിമർശിക്കുന്നത്. ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ ബ്ലോഗുകളിലും എല്ലാം അതിശക്തമായിട്ട് അവർക്കെതിരെ വിമർശനം കണ്ടു. അതുപോലെ തന്നെ പോലീസ് അക്കാഡമിയുടെ സൈറ്റ് സൈബർ വാരിയേഴ്സ് ഹാക്ക് ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്നത് ഈ നീചന്മാരായ ആളുകൾ, ഇത്ര നീചന്മാരായിട്ടുള്ള ആളുകളെ ഒന്നും പോലീസിൽ നിലനിർത്തുക പോലും ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് അറിയാം, ആ കുടിയൊഴിപ്പിക്കാനായിട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറുടെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇത് നിയമം നടപ്പാക്കാനായിട്ട് വരുന്ന പോലീസുകാരോട്. പക്ഷെ ആ അരമണിക്കൂർ പോലും കൊടുക്കാതെ ഇവര് നിയമം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. അന്നേരമാണ് ഈ അരമണിക്കൂറുടെ കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് ഇവര് മണ്ണെണ്ണ ശരീരത്തിൽ ഒഴിച്ചിട്ട് ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ നിൽക്കുന്നത്, ലൈറ്ററും കത്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ പോലീസുകാരനോ മറ്റോ തട്ടി മണ്ണെണ്ണ ഒഴിച്ചു നിൽക്കുന്ന ശരീരമാണ്, അന്നേരം കത്തി രണ്ടുപേരും മരിച്ചു. എത്രയോ ദുഃഖകരമായ കാര്യമാണ്. അതിനുശേഷം അതിനേക്കാൾ ദുഃഖകരമായ കാര്യമാണ് പിറ്റേന്ന് ഇന്നലെ ആ കുഴിവെട്ടുന്ന അപ്പന്റെ ശവം അടയ്ക്കാൻ വേണ്ടിയിട്ട് കുഴിവെട്ടുന്ന മകൻ, ആ മകനോട് തട്ടിക്കേറുന്ന മാന്യമല്ലാത്ത രീതിയിൽ, അമ്മ നിങ്ങളെല്ലാം കൂടി ആണ് എന്റെ അമ്മയെ കൊന്നെന്ന് ആ പയ്യൻ ചെങ്കുവെട്ടി പറഞ്ഞപ്പം പോലീസുകാരന്റെ മറുപടി, അത് ഞാൻ തന്നെ വേണം. ആ ഒരു റഫായിട്ടുള്ള ഒരൊറ്റ അടി കൊടുക്കാനാണ് തോന്നുന്നത് ആ വർത്തമാനം കേൾക്കുമ്പോൾ. അത് നമ്മുടെ ഇതിലൊക്കെ കാണാവുന്നതാണ്. ഇപ്പൊ സങ്കടകരമായ ഒരു കാര്യമാണ്. ഈ ചാനലുകളിലും അല്ലെങ്കിൽ ഇന്റർനെറ്റിലും ഒക്കെ കാണാവുന്ന ആ രീതിയിലാണോ സംസാരിക്കേണ്ടത്? ചങ്ക് പിടഞ്ഞ ഒരാൾ നിൽക്കുമ്പോൾ അയാളെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അയാളുടെ ഒരു മര്യാദയ്ക്ക് സംസാരിക്കുന്നതിന് പകരം മോശമായിട്ടാണോ സംസാരിക്കേണ്ടത്? അങ്ങനെയൊക്കെയാണോ ട്രെയിനിങ് കിട്ടേണ്ടത്? അത് ശരിയാണോ എന്ന് ആണ് ആലോചിക്കേണ്ടത്. അപ്പൊ ഇതിലെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇതേതരം സംഭവങ്ങൾ അമേരിക്കയിലും ഉണ്ടാകാറുണ്ട്. പോലീസ് അവിടെയാണേലും ഇവിടെയാണേലും ഒക്കെ ഒരുപോലെ തന്നെ. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ കേരളത്തിലൊരു 40,000-50,000 ഒക്കെ പോലീസുകാരാണുള്ളത് 3-4 കോടി ജനങ്ങൾക്ക്. നേരെ മറിച്ച് ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ അത്രയും പോലീസുകാരുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിൽ ഏതാണ്ട് 80 ലക്ഷം ജനങ്ങള്. ഈ 80 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി അത്രയും പോലീസുണ്ട്. അപ്പൊ ആ കേരളത്തിലെയൊക്കെ അത്രയും ജനസംഖ്യയ്ക്ക് വേണ്ടി, അത്രയും വലിയൊരു ഏരിയയ്ക്ക് വേണ്ടി ഇത്രയും പോലീസുകാരേ ഉള്ളൂ. അപ്പൊ അവർക്ക് ജോലിഭാരം കൂടുതലും കൂടുതൽ ആളുകളും കൂടുതൽ കേസുകളും ഒക്കെ ആകുമ്പം റഫായിട്ടായിരിക്കും പെരുമാറുന്നതിന്റെ ഒരു കാരണം. പക്ഷേ ഈ പല കാര്യങ്ങളിലും ഈ കുടിയൊഴിപ്പിക്കാനായിട്ട് ഈ പോലീസുകാര് മുന്നിൽ നിന്നു എന്ന് പറയുന്നതിന്റെ ഒരു അസാംഗത്യം നമുക്കറിയാം. കുടിയൊഴിപ്പിക്കാനായിട്ട് കോടതിയുടെ ഉത്തരവുണ്ട്. കോടതിയുടെ ഉത്തരവും കൊണ്ട് ചെന്ന് ആ ഉത്തരവ് അവർ പാലിക്കുന്നില്ല എങ്കിൽ അവരെ പിടിച്ചിറക്കി വിടാം. അതിനു വേണ്ടിയിട്ടാണല്ലോ പോലീസിനെ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ സാവകാശം കൊടുക്കാൻ തീർച്ചയായിട്ടും പറ്റും. അത് ചെയ്യുന്നില്ല. അപ്പൊ അതില് ഈ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസിന്റെ പല കാര്യങ്ങളിലും ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ ഈ ചില ആളുകള്
ആ വീട്ടിലുള്ളവർക്ക് മാനസിക അസ്വാസ്ഥ്യം കൊണ്ട് ചിലർ ഇവിടെയൊക്കെ തലയ്ക്ക് പട്ടു പിടിച്ചിട്ട് രാത്രിയൊക്കെ ഇറങ്ങി ഓടും. അപ്പൊ പോലീസിനെ വിളിക്കും സഹായത്തിന്. പോലീസ് വന്ന പാടെ എന്താ ചെയ്യുന്നത്? ഇവനെ കാണും, ഇവന്റെ കയ്യിൽ എന്തെങ്കിലും കയ്യിൽ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇവൻ ആരെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണും, അല്ലെ ഒരു കത്തി അവന്റെ കയ്യിൽ കാണും. ഉടനെ ടക്ക് ടക്ക് എന്ന് വെടി. അന്നേരം അങ്ങനെ സഹായിക്കാൻ വേണ്ടി വിളിച്ചാണ് പോലീസിനെ. പക്ഷെ 10 മിനിറ്റ് കൊണ്ട് അവനെ കഥ കഴിച്ചു തരും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പൊ ന്യൂയോർക്ക് സിറ്റി മേയറും മേയറുടെ ഭാര്യ അവര് ഈയിടയ്ക്ക് അതിന് വേറൊരു നിയമം കൊണ്ടുവരാനായിട്ട് ഒരുങ്ങുന്നു. അതായത് ഇങ്ങനെ മാനസികാസ്വാസ്ഥ്യമുള്ളവർ വിളിച്ചാല് നേരെ പോലീസല്ല ചെല്ലേണ്ടത്, നേരെ മറിച്ച് സോഷ്യൽ വർക്കേഴ്സ് അല്ലെ അതുപോലുള്ള ആളുകളാണ് ചെല്ലേണ്ടത്. ഈ പോലീസ് തോക്കും എല്ലാം കൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിലേ പെരുമാറാൻ അറിയത്തുള്ളൂ, ചെറിയ കാര്യങ്ങളുടെ പേരിൽ. അപ്പൊ അതിന് പകരം സോഷ്യൽ വർക്കേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകൾ വേണം ചെല്ലാനായിട്ട്. പോലീസ് അല്ല ചെല്ലേണ്ടതെന്നാണ് പുതിയ കാഴ്ചപ്പാട്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ശരിയും. ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളെ ചെന്നപാടെ വെടിവെച്ച് വരാൻ ആർക്കാ പറ്റുകയില്ലാത്തത്? അതിനല്ലല്ലോ നമ്മൾ പോലീസിനെ വിളിക്കുന്നത്. പോലീസിനെ വിളിച്ച് അവരുടെ ജീവിതം, എത്രയോ സംഭവങ്ങളാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതില് ചില സംഭവങ്ങൾ, ഈ പോലീസിന്റെ കാര്യത്തെ പറ്റി പറയുമ്പം ചില സംഭവങ്ങൾ, അമേരിക്കയിൽ നടന്ന ചില സംഭവങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മൾ ഇതിലൊക്കെ ഈ തരികിടയിലൊക്കെ പലപ്പോഴായിട്ട് ചർച്ച ചെയ്ത ചില കാര്യങ്ങളാണ്. ആദ്യം 2 മലയാളികളെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പറയാം. ഒന്ന്, മലയാളികളല്ല, രണ്ടും എല്ലാ ഇന്ത്യക്കാരാണ്. ഒന്നിൽ മാത്രമാണ് ഒരു മലയാളി. അയോവയിലോ മറ്റൊരു അങ്കമാലി എന്നുള്ള ഒരു ഡോക്ടറുടെ മകൻ. അവന് മാനസിക വളർച്ച ഇല്ലാത്തൊരു പയ്യനാണ്. പക്ഷെ കണ്ടാലൊന്നും തോന്നത്തില്ല. 10, 20, 22, 24 എത്രയോ വയസ്സുള്ളതാണ്. കണ്ടാൽ നല്ല യോഗ്യനായ വ്യക്തി, പക്ഷെ മാനസിക വളർച്ചയില്ല. അയാള് ഇടയ്ക്ക് അയൽവക്കത്തെ വീടുകളിലൊക്കെ പോയി വെറുതെ വീട് തുറന്നുകൊടുക്കുകയാണ്. ആ തുറന്ന വീടുകളിൽ കയറി ഇരുന്നിട്ട് അവിടെ TV ഒക്കെ കണ്ട് കുറെ കഴിഞ്ഞ് ഇറങ്ങിപ്പോരും. അപ്പൊ അയൽവക്കക്കാർക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു ദിവസം ഏതോ ഒരു വീട്ടിൽ ചെന്നു. ആ വീട് അടഞ്ഞു കിടക്കുകയാണ്, പക്ഷെ വീട്ടുകാരകത്തുണ്ട്. ഇവൻ കയറി വരുന്നു. എന്നിട്ട് അവൻ വീട് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് അവൻ തിരിച്ചു പോകുന്നു. അപ്പൊ അവർക്ക് ഇവനെ പരിചയമില്ല താനും. അവർ പോലീസിനെ വിളിക്കുന്നു. അപ്പൊ പോലീസ് വന്നപാടെ ഈ ചുവന്ന ലൈറ്റൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പൊ ചുവന്ന ലൈറ്റ് ഇവന് പേടിയാണ്. കാരണം ഇവന്റെ ഒരു സുഹൃത്തോ മറ്റോ ഈ ലൈറ്റനിങ്ങില് ഇടിമിന്നലിൽ മരിച്ചതാണ്. കാരണം ഈ ചുവന്ന ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് പേടിയാണ്. ബുദ്ധിക്ക് മാനസികമായിട്ടുള്ള വളർച്ച കുറവുള്ള ആളാണല്ലോ. അപ്പൊ ആ പോലീസുകാരനെ ഇവനെ കയറി അങ്ങ് പിടിക്കുകയും ഒക്കെ ചെയ്ത് എന്ത് പറയാനിരിക്കുന്നു, ആ പയ്യൻ മരിക്കുന്നു. അപ്പൊ എത്രയോ സങ്കടകരമായ ഒരു കാര്യമാണ് ഇങ്ങനെ ഈ ബലപ്രയോഗമൊക്കെ നടത്തുക ഒറ്റ പോലീസുകാരൻ. ഇവൻ കുതിരി ഓടുകയോ അല്ലെങ്കിൽ കുതിരി നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ ബലപ്രയോഗം നടത്തുന്ന, കഴുത്തിന് കയറി ഞെക്കുകയോ ഒക്കെ ചെയ്തിട്ട്. അതിനെ സംബന്ധിച്ച് കാര്യമായ പ്രതിഷേധമൊക്കെ ഉണ്ടായെങ്കിലും കാര്യമായ അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. നമുക്കറിയാം ഇവിടെ അന്വേഷണമോ എന്തെങ്കിലുമൊക്കെ വന്നാലും ഒടുവില് പോലീസിന് അനുകൂലമായിരിക്കും റിപ്പോർട്ടുകളൊക്കെ. ഇവിടെ ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ എറിക് ഗാർഡനറെ കഴുത്തിന് ഞെക്കി പിടിച്ച് പോലീസുകാരൻ കൊന്നതാണ്. എന്നിട്ടും ആ പോലീസുകാരനെതിരെ നടപടിയില്ല എന്ന് മാത്രമല്ല, ആ കുറ്റത്തിൽ നിന്ന് അയാളെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള അമേരിക്ക നമ്മൾ വലിയ പുരോഗമനമൊക്കെ പറയുമെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമേരിക്കയിലും സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു സംഭവം ഓർക്കുന്നത്, ഇതുപോലെ തന്നെ ഇതും മിഡ് വെസ്റ്റിലെ ഏതോ സ്റ്റേറ്റിലെ ഒരു ഇന്ത്യൻ സ്ത്രീ, അവിടുത്തെ ഒരു ഫെഡറൽ ലാബോറട്ടറിയിൽ സയന്റിസ്റ്റ് ആയിട്ട് അവർക്ക് ജോലി കിട്ടിയതാണ്. ജോലിയിൽ അവർ തലേന്ന് ചേർന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അവർക്ക് എന്തോ മാനസിക പ്രശ്നമോ എന്തോ. പിറ്റേന്ന് രാവിലെ അവരൊരു കത്തിയുമായിട്ട് അവരുടെ അമ്മയെ ആ വീടിന് ചുറ്റും ഓടിക്കുകയാണ്. അപ്പൊ വീട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപാടെ എന്താ ചെയ്ത്, ടക്ക് ടക്ക് ആ സ്ത്രീ അന്നേരം മരിച്ചു. അപ്പൊ ഒരു കത്തിയും കൊണ്ട് ഒരു ഇന്ത്യക്കാരി സ്ത്രീ, നമുക്കറിയാം ഇന്ത്യക്കാരിക്ക് ഇത്രയേ ഉള്ളൂ പൊക്കവും മണ്ണവും ഒക്കെ, അവരെ കീഴ്പ്പെടുത്താൻ പോലീസിന് പറ്റത്തില്ല. ഒരു കത്തിയും കൊണ്ടാണ് പോകുന്നത്, അല്ലാതെ തോക്കം കൊണ്ട് പോലുമല്ല. എന്നിട്ടും കൈയോടെ വെടിവെച്ചങ്ങ് കൊന്നു. അപ്പൊ അതൊക്കെ എത്രയോ സങ്കടകരമായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ആവശ്യം എന്താ? ഈ വെറുതെ വെടിവെക്കാനാണെങ്കിൽ ഇവർക്ക് ഇതിനൊക്കെ ഉള്ള ഒരു പരിശീലനം ഇല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ അതെങ്ങനെ ടാക്റ്റ്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യണം, അതെങ്ങനെ പ്രശ്നമില്ലാതെ കൈകാര്യം ചെയ്യണം. ഇപ്പൊ പോലീസിനെ നേരെ കണ്ടാൽ തന്നെ പലപ്പോഴും ആ സ്ത്രീ ഒരുപക്ഷെ അവര് ശാസ്ത്രജ്ഞയാണ്, വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. പോലീസിനെ മുന്നിൽ കണ്ടാൽ തന്നെ ഒരുപക്ഷെ അവർ കത്തി താഴെ ഇട്ടെന്നിരിക്കും. പക്ഷെ അതിനൊന്നും ശ്രമിക്കാതെ, അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമോ എന്ന് പോലും നോക്കാതെയാണ് പോലീസ് കൈയോടെ വെടിവെച്ച് അവരെ ഇടുന്നത്. അവരോട് എന്തു പറയാൻ? ഇനി ഈ പോലീസും കോടതിയും കൂടി ഒരാളെ കൊന്ന കഥയാണ് ലിവിറ്റ ഗോമസ് എന്നും പറഞ്ഞ് അറ്റ്ലാന്റയിലുള്ള ഒരു സ്ത്രീയെ പറ്റി. അത്
പിന്നെ അറ്റ്ലാന്റയിൽ നിന്ന് ചിക്കാഗോയിൽ. അത് നടക്കുന്നത് പിന്നെ അതും നാലഞ്ചാറ് വർഷമായെന്ന് തോന്നുന്നു. അപ്പൊ അവരാണെങ്കിൽ ഇല്ലീഗലായിട്ട് നേരത്തെ എന്തോ ഡെൽറ്റ എയർലൈൻസിന്റെ മറ്റോ സ്റ്റാഫായിട്ട് ഇവിടെ വന്നതാണ്. അതിനുശേഷം പിന്നെ ജോലി പോയി, അവരുടെ ലീഗൽ സ്റ്റാറ്റസ് ഇല്ലാതായി. അവർ ഇല്ലീഗലായിട്ട് പിന്നെ എയർപോർട്ടിലൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്താണ് ഇങ്ങനെ ജീവിക്കുന്നത്. ഒറ്റയ്ക്ക്, മാരീഡും അല്ല. അപ്പോൾ പിന്നെ ആ സ്ത്രീ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആളാണ് സാമാന്യ നിലയിൽ. അപ്പം അവർക്ക് പിന്നെ സാമാന്യ നിലയിൽ പിന്നെ ജൂറി ഡ്യൂട്ടിക്ക് അവർക്ക് യോഗ്യതയില്ല. അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ ജൂറി ഡ്യൂട്ടി പറ്റത്തുള്ളൂ. പക്ഷേ ജൂറി ഡ്യൂട്ടിക്ക് എല്ലാവരെയും വിളിക്കും. അപ്പൊ അവര് നമ്മൾ തിരിച്ചറിയിക്കണം, തിരിച്ചെഴുതി കൊടുക്കണം, ഞാൻ പിന്നെ എനിക്ക് പൗരത്വമില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളെ, എന്റെ വിസ ഇത്രയും ഉള്ളൂ എന്നും പറഞ്ഞ് ആ രേഖ വെച്ച് തിരിച്ച് അയച്ചു കൊടുക്കണം. അപ്പൊ അവര് നമ്മുടെ പേര് ഇതിൽ നീക്കം ചെയ്യും. ഇവര് പറയുന്നത് ഇവരെ അവിടെ വിളിച്ചു പറഞ്ഞു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എങ്ങനെയായാലും ഇവര് ജൂറി ഡ്യൂട്ടിക്ക് ചെന്നില്ല. കോടതി എന്ത് ചെയ്തു? ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിട്ടു. ഇവർക്ക് യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ എന്താ കാര്യമെന്ന് അതേപ്പറ്റി കോടതിയും ചോദിക്കുന്നില്ല. എന്തായാലും കോടതി അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിട്ടു. പോലീസുകാരൻ വന്നപ്പം ഇവർ പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, അറസ്റ്റ് ചെയ്യാനും ഒന്നും, ഞാൻ വളരെ ക്ഷീണിതയാണ്, എന്തോ രോഗമാണ് അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യരുത് പിന്നെ എന്ന് പറയുന്നു. അവര് അത്ര മാനസികമായിട്ട് അത്ര വിഷമത്തിലാണ് അവർ നിൽക്കുന്നത്. ഒടുവില് പോലീസുകാരൻ നിർബന്ധപൂർവ്വം അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്ക് ഇവരെ എതിർക്കുകയോ മറ്റോ ചെയ്തു. എതിർക്കാന്ന് പറഞ്ഞാൽ കുതറുകയോ വല്ലതൊക്കെ ചെയ്താൽ ഉടനെ അത് വേറൊരു കേസ്. അപ്പൊ അതാണ് ഈ അമേരിക്കയിലെ കാര്യമാണ്. ഓരോന്നിനും പിന്നെ കേസാണ്. പോലീസിനെ റെസിസ്റ്റിംഗ് അറസ്റ്റ്, അത് വേറൊരു കേസ്. പോലീസുകാരനെ എടുത്ത് എന്നിട്ട് ഇവരെ പിന്നെ ജയിലിൽ കൊണ്ടുപോയി ഇട്ടു. ജയിലിൽ കൊണ്ടുപോയി ഇട്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർക്ക് മാനസികമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് ജയിലിലുള്ളവർക്ക് അന്നേരം തന്നെ മനസ്സിലായി. ഇവർക്ക് പ്രത്യേക കരുതലും ശ്രദ്ധയും എല്ലാം കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇവർ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയതുകൊണ്ട് ഇമിഗ്രേഷൻ ICE അവരും ഇവരെ ഡീറ്റെയിൻ, അവരെ പിന്നെ പുറത്തു വിടാതിരിക്കാനായിട്ട് അവരും കത്ത് കൊടുത്തു. കാരണം അവര് ഇല്ലീഗലായിട്ട് നിൽക്കുന്നതാണ്. ഒടുവില് എങ്ങനെയായാലും ഈ ആദ്യത്തെ കേസില്, ഈ ജൂറി ഡ്യൂട്ടിയുടെ കേസിൽ ഇവർക്ക് എന്തോ ജാമ്യം കിട്ടി, എന്തോ ചെറിയ പൈസക്ക്. പിന്നെ അത് $500 പോലും കൊടുക്കാനായിട്ടില്ല, കെട്ടിവെക്കാൻ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. പിന്നെ ഈ ICE അവർ പിടിച്ചിട്ടു, അവരുടെ ഇതില് തടവിൽ കിടന്നു. എന്നിട്ട് പിന്നെ അവരും എന്തായാലും അവസാനം വിട്ടയച്ചതിന് ശേഷം ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തൽക്കാലം വിട്ടയച്ചു. 2-3 മാസം കഴിഞ്ഞപ്പം വീണ്ടും അറസ്റ്റ് വാറന്റ് വന്നിരിക്കുന്നു. പോലീസിനെ റെസിസ്റ്റ് ചെയ്ത് ആ കേസിൽ വീണ്ടും അറസ്റ്റ്. അപ്പൊ ഇപ്രാവശ്യം ചെന്നപ്പോഴെന്താ അവര് അറസ്റ്റ് ചെയ്തു. അവിടെ ജയിലിൽ ചെന്നപ്പം പറഞ്ഞു, ഞാൻ ഇനി തൊട്ട് ഭക്ഷണവും കഴിക്കില്ല, വെള്ളവും കുടിക്കുകയില്ല, ഒന്നും ചെയ്യല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ജയിൽ പിന്നെ നിരാഹാരം കിടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ, ഈ ഉദ്യോഗസ്ഥരും ഡോക്ടറും മറ്റവരും മറിച്ചവരും ഒക്കെ ഇവരെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇത്രയും ഒരു ആള് നമ്മുടെ കൺമുന്നിൽ നിന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാതെ. അപ്പൊ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഭക്ഷണം അല്ലെ ഇൻട്രാവീനസ് പിന്നെ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതല്ലേ, നിർബന്ധപൂർവ്വം കൊടുക്കേണ്ടതല്ലേ, അതിന് വകുപ്പില്ല എന്നാണ് പറയുന്നത്. ഒടുവിലെ നിരാഹാരം കടന്ന് അവര് മരിച്ചു. അപ്പം അതിനെതിരെ ചെറിയ തോതിലുള്ള കേസൊക്കെ ഉണ്ടായി. നമുക്ക് അവരുടെ ബന്ധുക്കൾ ഇവിടെ ഇല്ലായിരുന്നു, പിന്നെ ബ്രിട്ടനിലോ മറ്റോ ആയിരുന്നു. അവരൊക്കെ പിന്നെ വന്നിട്ട് വലിയ കേസിന്, നമ്മളൊന്നും ലിറ്റിഗൻസ് അല്ല, വലിയ വ്യവഹാരികളല്ല, നമ്മുടെ ഇന്ത്യക്കാരൊന്നും വഴക്കാളികളല്ല. എന്തായാലും ആ കേസ് അതിലെ പിന്നെ ഒരാളോ മറ്റോ ഒരു ഇന്ത്യൻ ഡോക്ടർ, സോഷ്യൽ വർക്കോ എന്തോ നഷ്ടപരിഹാരം എന്തോ കുറച്ചേതാണ്ട് കൊടുക്കേണ്ടി വന്നു. ഏതാണ്ട് 1,20,000 അങ്ങനെ എന്തോ പിന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അതുപോലെ ഇപ്പോഴും അതിന്റെ ആ കേസ് ചിലർക്കെതിരായിട്ടുള്ള കേസ് ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ആ ഫ്യൂണറൽ ഹോം ഡയറക്ടറാണ് ആ കേസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അയാളെയാണ് ഇവര് ഫാമിലി ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയായാലും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന്, കോടതിയായാലും പോലീസായാലും ഈ ദയാപൂർവമല്ല പെരുമാറുന്നതെങ്കിൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കേസുകളൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പൊ നമുക്കറിയാം വേറൊരു കേസ്, ശരിക്കുള്ള അമേരിക്കക്കാരനാണ്. അയാള് ഏതോ ഒരു ഹോട്ടലിൽ പോയി താമസിക്കുകയാണ്. അപ്പൊ ഇയാളുടെ കയ്യിൽ ഈ പെസ്റ്റുകൾക്കെതിരെ ഈ പാറ്റയും പിന്നെ അതുപോലെയുള്ള പ്രാണികളെയൊക്കെ കൊല്ലുന്നതിനുള്ള എന്തോ തോക്ക് പോലൊരു സാധനമുണ്ട്. അത് ഉപയോഗിച്ചാണ് പിന്നെ അവര് ഇത് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ആരോ ഹോട്ടലിൽ താമസിക്കുന്ന ആരോ പോലീസിനെ വിളിച്ചു, ഇയാളുടെ തോക്കും കൊണ്ട് ഒരുത്തൻ പിന്നെ ഈ റൂമിലുണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ പോലീസുകാർ വന്നു കഴിഞ്ഞ് ഇയാളെ പിന്നെ കണ്ടെത്തുന്നു. അപ്പോ ഇയാള് പറയുന്നത് തോക്കല്ല. ഇയാളെ പിടിച്ച് നിലത്തേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത്. അയാൾ കൈകൂപ്പിക്കൊണ്ട് പറയാണ്, അല്ലേ തോക്കല്ല ഉള്ളത്, ഇത് തോക്കല്ല മറ്റു കാര്യമാണെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഈ പോലീസുകാർ ഇങ്ങനെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇയാളുടെ കൈ അറിയാതെ ചലിച്ചു എന്നാണ് പറയുന്നത്. അപ്പം പോലീസുകാർക്ക് സംശയമായി, ഒരുത്തൻ വെടിവെച്ചു, ഇയാൾ അന്നേരം മരിച്ചു. അപ്പൊ ഈ പെസ്റ്റിസൈഡിന്റെ ഗൺ പോലത്തെ ഒരു സാധനമാണ് ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ദുഃഖകരമായ കാര്യങ്ങൾ അമേരിക്കയിൽ ധാരാളമായിട്ട് നടക്കാറുണ്ട്. അപ്പൊ പല കാര്യങ്ങൾക്കും ഈ മാനസിക പ്രശ്നമൊക്കെ ഉള്ളവരെ അവരെ ഒഴിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അവരെ നേരിടുന്നതിന് പോലീസല്ല ചെല്ലേണ്ടത്, പോലീസ് തോക്കും കൊണ്ടല്ല ചെല്ലേണ്ടത്. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വേണമെന്നാണ് ഇപ്പൊ ന്യൂയോർക്ക് സിറ്റിയിൽ മേയറൊക്കെ കൂടെ പുതുതായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യം, ആശാവഹമായ ഒരു കാര്യം. ചില കാര്യങ്ങൾക്ക് സൂചി കൊണ്ടെടുക്കാവുന്നത് ഇപ്പം ചെറിയ തൂമ്പ കൊണ്ടെടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ശരിയാവില്ലല്ലോ. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും ചില ചെറിയ കാര്യങ്ങള് ഈ പോലീസ് അല്ലാതെ തന്നെ ഇതിന് ഇടയ്ക്ക് നിൽക്കാനായിട്ട് ആളുകളില്ല. പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ പോലീസൊക്കെ ബലപ്രയോഗം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വരുന്ന അതിന് മുമ്പ് തന്നെ ഇടപെടുന്നതിനും അല്ലെങ്കിൽ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുമില്ല. ഇപ്പൊ നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മോശമായ പെരുമാറ്റവും ഏറ്റവും നിന്ദ്യമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റവും പേടിച്ചിട്ട് മിക്കവരും പോകാനായിട്ട് ആഗ്രഹിക്കില്ല പോലീസിലേക്ക്, പോലീസിന്റെ അടുത്തേക്ക്, കേരള പോലീസിന്റെ അടുത്തേക്ക്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പോലീസാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്. അപ്പൊ ആകെ അവിടെ വേണ്ടത് ഈ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സെക്ഷൻ ആദ്യം ഉണ്ടാകണം. ജനങ്ങൾക്ക് പരാതി പറയാനും ആവശ്യമുണ്ടെങ്കിൽ അതിനുശേഷമാണ് പിന്നെ പോലീസുമായിട്ട് ബന്ധപ്പെടേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു സംവിധാനമൊന്നും നമ്മുടെ നാട്ടിലില്ല. ഒരു പബ്ലിക് റിലേഷൻ, ഒരു വിങ്, അല്ലെങ്കിൽ ഒരു ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം കാണുന്ന ആ ഒരു വിങ്, ഇതൊന്നുമില്ലാതെ ആ പോലീസ് നേരെ പോലീസിനെ തന്നെ ബന്ധപ്പെടേണ്ട ഒരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാകുന്നത് നല്ലതാണ്. പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ ലോ ഓഫീസർ, ഇങ്ങനെയൊക്കെയുള്ള അവരെയൊക്കെ കണ്ടിട്ടാണ് ഈ പല കാര്യങ്ങൾക്ക്, എല്ലാ കാര്യമല്ല ക്രിമിനൽ. ഇപ്പം ഒരു കൊലപാതകം നടക്കുന്നു, അത് നേരെ പോലീസാണ് ഇടപെടേണ്ടത്. അല്ലെ ഒരു മോഷണം നടന്നു, പോലീസാണ് ഇടപെടേണ്ടത്. അങ്ങനെയല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അവ നേരിട്ട് ഈ പോലീസിൽ അങ്ങ് ചെന്ന് പരാതി പറഞ്ഞ് ആ രീതിയിലല്ലാതെ ഒരു മാറ്റത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇപ്പൊ ഈ 3 സെന്റ് ഭൂമിക്ക് വേണ്ടി പോലും അതിന്ന് ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ ആ സരള ഭട്ട് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് അവർ പറഞ്ഞതാണ്, ഇപ്പൊ ഒരുത്തൻ കരയുന്ന ഒരുത്തന്റെ ആ കണ്ണീര് വേറൊരുത്തൻ പകുത്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെ അത് വാങ്ങി അത് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഈ 3 സെന്റ് ഭൂമിക്ക് വേണ്ടിയാണ് കടിപിടി കൂടുന്നത്. രണ്ട് പാവപ്പെട്ടവർ തമ്മിലാണ് ഈ കടിപിടി കൂടുന്നത്. അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്നത് പണക്കാരിയോ അല്ലെങ്കിൽ സമ്പന്നയായ ഒരു വ്യക്തിയോ അല്ല. അപ്പൊ ആ രണ്ടു കൂട്ടരും ഒരേ തലത്തിലുള്ള ആളുകളാണ്, ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളാണ്. അപ്പൊ അവര് ഈ ഇത്തിരി ഭൂമിക്ക്, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഒരവസ്ഥയാണ്. അത് ആ നിയമത്തിലൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. ആളുകൾ ഒരാൾക്ക് 15 ഏക്കർ വരെ കൈവശം വെക്കാം. അപ്പൊ അത്രയും 15 ഏക്കർ വെക്കാനായിട്ട് അത് പണ്ടുണ്ടാക്കിയ നിയമമാണ്. 57-58 ആ കാലത്തുണ്ടാക്കിയതാണ്. കാലമൊക്കെ ഒത്തിരി കടന്നുപോയി, ജനസംഖ്യ ഒരുപാട് കൂടിപ്പോയി. അപ്പൊ അതനുസരിച്ച് അതിൽ കുറവ് വരുത്തണം, അല്ലെ മാറ്റം വരുത്തണം. അതുപോലെ തന്നെ ഈ തോട്ടങ്ങള് ഇപ്പോഴും ലക്ഷക്കണക്കിന് ഏക്കർ തോട്ടങ്ങള് ഏതാനും പേരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഭൂപരിഷ്കരണ നിയമമൊക്കെ ഒന്ന് മാറ്റിയിടണം. കേരളത്തിലൊരു മാറ്റം വരണം എന്നാണ് ആ ചർച്ചയിൽ കണ്ടത്. വളരെ ശരിയായ ഒരു കാര്യമാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഓരോ ഗവൺമെന്റും അടുത്ത തവണ എങ്ങനെ ഇലക്ഷൻ ജയിക്കുമെന്നല്ലാതെ വേറൊരു കാര്യത്തെ പറ്റിയും ചിന്തിക്കുന്നില്ല. ഇപ്പം ഈ പണ്ടൊക്കെ നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടി ഒക്കെ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് ഈ വലിയ മുദ്രാവാക്യം കൊണ്ട്, വലിയ ലക്ഷ്യങ്ങളോടെയാണ് വരുന്നത്. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കരണം, കേരളത്തിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, ഈ മുദ്രാവാക്യം, ഈ ലക്ഷ്യങ്ങളൊക്കെ കൊണ്ടാണ് പണ്ടൊക്കെ കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നത്. ഇന്നിപ്പോ എന്താ, ഇടതുപക്ഷം പോയാൽ വലതുപക്ഷം, അല്ല വലതുപക്ഷം വരികയാണെങ്കിൽ അവരെ തോപ്പിച്ച് എങ്ങനെയും ഇലക്ഷന് ജയിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകളും അഡ്ജസ്റ്റ്മെന്റുകളും, എന്നല്ലാതെ താത്വികമായിട്ടോ അല്ലെ ആത്യന്തികമായിട്ടുള്ള യാതൊരു കാഴ്ചപ്പാടുകളും ഇല്ല, യാതൊരു ലക്ഷ്യങ്ങളുമില്ല. ആ ഒരു അപജയം വലിയ തോതിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ പാർട്ടികള്, ഈ മുഖ്യമന്ത്രിയോ ഒക്കെ ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് കുറെ ദൂർത്തുണ്ട് ഒരുപാട് പേരെ വിളിച്ചു കൂട്ടിയിട്ട് ശാപ്പാടും കൊടുത്ത് വർത്തമാനവും പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനു പകരം ഒരു തിങ്ക് ടാങ്ക്, ഒരു 5-10 പേര് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പ്രവാസികളും ഒക്കെ കൂടെ ചേർന്നുള്ള ഒരു 5-10 പേരുള്ള ഒരു ഓർഗനൈസേഷൻ
ഈ കേരളത്തിലെ കാര്യങ്ങളെ പറ്റി സമഗ്രമായി പഠിക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും അങ്ങനെയുള്ള ഒരു ചെറിയ കമ്മിറ്റിയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മാത്രമായിട്ട് അവര് പ്ലാനിംഗ് ബോർഡിന് കൊടുക്കാം, മുഖ്യമന്ത്രിക്ക് കൊടുക്കാം, ഇന്നത് ചെയ്യണം, ഇന്ന വർഷങ്ങൾ ഇന്ന മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തിക്കുന്ന ആളുകൾ കുറച്ചു പേര് പിന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കേരളത്തിനെ പറ്റി ആരും ചിന്തിക്കുകയോ അല്ലെ പൊതുവായിട്ട് കാണാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ഒരു വിലയിരുത്തലോ ഒന്നുമില്ല. നമ്മളങ്ങ് പോകുന്നു. ഇലക്ഷൻ ഇപ്പൊ ഇന്നത്തെ കാര്യം നോക്കുന്നു, ഈ 5 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ ജയിക്കുന്നതിനെ പറ്റി നോക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പാര വെക്കുന്നതിനെ പറ്റിയും വേല വെക്കുന്നതിനെ പറ്റിയും ഒക്കെയാണ് രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത്. അല്ലാതെ പിന്നെ ഈ നാട് നന്നാകുന്നത്, നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെയും അതിനെപ്പറ്റിയൊന്നും ആ വലിയ വിലയിരുത്തലോ വലിയ പഠനങ്ങളോ ഒന്നും നടക്കുന്നില്ല. അതിനൊരു മാറ്റം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതിനുള്ള ഒരു ചൂണ്ടുപലകയാകട്ടെ ഈ നെയ്യാറ്റിൻകര സംഭവം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് മാറ്റങ്ങൾ തുടക്കം കുറിക്കണം. അതിന് ആളുകൾ ചിന്തിക്കണം ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം, ഏതൊക്കെ രംഗത്ത് മാറ്റങ്ങൾ വരുത്താം. കാരണം കേരളം നമുക്കറിയാം ഇത്തിരിയേ ഉള്ളൂ. ആ മണ്ണിന് വലിയ വിലയുണ്ട് അവിടെ. അപ്പൊ അത് ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, ആളുകൾക്കൊരു ഒരു മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതിനുള്ള സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ആ ചർച്ചയിൽ കണ്ട മറ്റൊരു കാര്യം കുടി ഒഴിപ്പിക്കലല്ല. ഒരാളെ കുടി ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വഴിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു സംവിധാനം, അത് മുതലാളിത്ത രാജ്യത്തിന്റെ ഒരു സംവിധാനമാണ്. അമേരിക്കയിലൊക്കെ മാർഷൽമാർ വന്ന് എല്ലാം പെട്ടിയും പാട്ടും എല്ലാം എടുത്തിട്ട് ഇറക്കി അങ്ങ് വിടും. നിങ്ങൾ എവിടെ പോയി വേണേലും ജീവിച്ചു. ഇവിടെ വേറെ സംവിധാനങ്ങളുണ്ട്, എന്നാൽ പോലും അതല്ല. ഒരാളെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അവർക്ക് ബദൽ സംവിധാനമോ ബദൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയും നമ്മുടെ സമൂഹത്തിനുണ്ട്, നമ്മുടെ അധികാരി വർഗത്തിനുണ്ട്, നമ്മുടെ ഭരണകൂടത്തിനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളും ഒക്കെയാണ് ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ബോഡിയോ എന്തെങ്കിലും ഒരു സംവിധാനമോ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാ കാര്യത്തിനും പോലീസിനെ തന്നെ ഉപയോഗിക്കുന്നതിന് പകരം ഓരോ കാര്യത്തിനും പോലീസ് ഏത് കാര്യത്തിന് ചെല്ലണം, പോലീസ് ഏത് കാര്യത്തിന് ചെല്ലണ്ട എന്നുള്ള ഒരു സ്ഥിതി വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതാണ് എപ്പോഴും മെച്ചം. ആളുകളും പോലീസും തമ്മിലുള്ള ആ ഒരു ഇടപെടലിന്റെ ആ ഒരു വ്യത്യാസം, ഇടപെടലിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നതിന് അത് തീർച്ചയായിട്ടും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഇത്രയുമാണ് നമ്മള് പോലീസിനെ പറ്റി ഒരു ഏകദേശം ഒരു താരതമ്യമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി അമേരിക്കയിലെ സ്ഥിതി എന്താന്ന് വെച്ചാൽ, അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലെ ആനുകാലിക പ്രശ്നങ്ങൾ വന്ന് നോക്കിയാൽ നാളെ കൊണ്ട് ഈ വർഷം കടന്നു പോവുകയാണ്. ഏറ്റവും ഭീകരമായ ഒരു വർഷം കടന്നു പോകുന്നു. ഈ വർഷം കടന്നു പോകുന്നതിന് മുമ്പ് 20 മില്യൺ പേർക്ക് കോവിഡിന്റെ വാക്സിൻ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതുവരെ 2 മില്യൺ പേർക്കേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ 10-1 പേർക്കേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പൊ അതിനെതിരെ ബൈഡൻ ട്രംപിനെ ആക്ഷേപിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒന്നും ചെയ്യുന്നില്ല, ഇതൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല, ഇതൊന്നും പുരോഗമിക്കുന്നില്ല എന്ന് പറഞ്ഞ്. ഏതായാലും 21-22 ദിവസം കൂടിയേ ഉള്ളൂ ബൈഡൻ സ്ഥാനമേക്കാനായിട്ട്. അതിനിടയ്ക്കാണ് ഈ ജനുവരി 6-ാം തീയതി ആണ് പുതിയ പ്രസിഡന്റിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കേണ്ടത്. ഹൗസും സെനറ്റും കൂടിയുള്ള യോഗത്തിൽ അവർ തീരുമാനിക്കുകയും വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് അനൗൺസ് ചെയ്യുകയും ചെയ്യുക. അതാണ് പ്രൊസീജിയർ. അപ്പം അവിടെ കൊടുത്തിരിക്കുന്ന ഈ ഓരോ സ്റ്റേറ്റിൽ നിന്നും സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന അംഗങ്ങള്, ഇലക്ട്രൽ കോളേജിലെ അല്ലെ വോട്ടുകളുടെ എണ്ണം, അത് അന്തിമ തീരുമാനം എടുക്കാനുള്ള അവകാശം മൈക്ക് പെൻസിന്, വൈസ് പ്രസിഡന്റിന് മാത്രമായിട്ട് പ്രഖ്യാപിക്കണം. അദ്ദേഹത്തിന്റെ പ്രിറോഗേറ്റീവായിട്ട്, അദ്ദേഹത്തിന്റെ മാത്രം അവകാശമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് ചില റിപ്പബ്ലിക്കൻ അംഗങ്ങള് ടെക്സസിലോ മറ്റോ കോടതിയിൽ പോയിട്ടുണ്ട് മൈക്ക് പെൻസിന് ഒരു കക്ഷിയാക്കിക്കൊണ്ട്. പക്ഷെ അത് എത്ര കണ്ട് മുന്നോട്ട് പോകും, എത്ര കണ്ട് വിജയിക്കുമെന്ന് പറയാനാവില്ല. കാരണം അങ്ങനെ ഏകപക്ഷീയമായിട്ടൊന്നും തീരുമാനിക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കയിൽ എല്ലാം നിശ്ചിതമായിട്ട്, എല്ലാം നിയമപരമായിട്ടുള്ള രീതിയിലല്ലാതെ പ്രവർത്തിക്കാനാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അത് ഏതാനും ദിവസത്തെ ഒരു സസ്പെൻസ് കൂടിയേ ഉള്ളൂ, 5-6 ദിവസം കൂടി. ജനുവരി 6 അത് കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ജനുവരി 20 ഔദ്യോഗികമായിട്ട് സ്ഥാനമേൽക്കുകയും ചെയ്യും. അതോടെ പ്രശ്നങ്ങളും തീരും. പുതിയ ഒരു ഭരണകൂടം രംഗത്ത് വരികയും ചെയ്യും. എന്തായാലും സ്റ്റിമുലസ് ചെക്ക് ഇന്നൊക്കെ തൊട്ട് കിട്ടിത്തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ അക്കൗണ്ടിൽ ഇടാൻ തുടങ്ങി. $600 ഉള്ളൂ. 600 എങ്കിൽ 600 കിട്ടുന്നതായി. ഒന്നും കിട്ടാത്ത ഭേദമാണല്ലോ. എന്തായാലും
ഈ $2000 പിന്നെ ഹൗസ് പാസ്സാക്കിയ ബില്ല് സെനറ്റിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനി സെനറ്റ് എങ്ങാനും പാസ്സാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതുകൂടെ കിട്ടാം. മിക്കവാറും കിട്ടാൻ സാധ്യതയൊന്നുമില്ല. എനിവേ, നാളെ പിന്നെ പുതിയ വർഷം, നാളെ രാത്രി 12 മണിയോടുകൂടി പുതിയ വർഷം പിറക്കുകയാണ്. നമുക്ക് പുതിയ വർഷമെങ്കിലും നല്ലൊരു വർഷമാകാൻ കഴിയട്ടെ. ഇതുപോലെ കോവിഡിന്റെ ഈ കഷ്ടപ്പാടും ദുരിതവുമൊന്നും ഇല്ലാത്തൊരു വർഷം ആയി തീരട്ടെ. യാത്ര ചെയ്യാനും ആ പഴയ ലോകത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയട്ടെ എന്ന് ഉള്ള പ്രത്യാശ പുലർത്താം. ഇത്രയുമാണ് ഇന്നത്തെ തരികിടയിൽ നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ editor@eMalayali.com. എല്ലാവർക്കും നമസ്കാരം. മോളു, Bake Mill, sweet moments of life. Your medical care starts here. BCT Medical Services PC. Primary care for adults and geriatric community. Addiction medicine with latest treatments and immunizations. Dr. Cherry-Ann Thomas, MD, MBA. Diplomat of the American Board of Internal Medicine. Associate Medical Director of Hospital Medicine. Assistant Professor, Icahn School of Medicine. Mount Sinai South Nassau Hospital, Oceanside, New York. Dr. Bina Joseph, MD. Diplomat of the American Board of Internal Medicine. Attending physician for Chemical Dependency Unit and Addiction Medicine. Flushing Hospital Medical Center, Queens, New York. BCT Medical Services PC. Suite number 106, 230 Plaza, 230 Hilton Avenue, Hempstead, New York. Phone 516-416-4061. Email bctmedicalservices@gmail.com. BCT Medical Services PC. Spectrum Auto Collision Center, exceeding perfection. Collision and repair. Grand opening at the West Nyack facility. 20 years experience. Service you can trust. Customer satisfaction is at its best. World-class auto service facility not a world away. 175 South Route 303, West Nyack, New York. Telephone number 1-845-348-7777. എന്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. ഹസ്ബൻഡിന് പ്രിയം നല്ല നാടൻ പുട്ടിനോടാണ്. പിന്നെ മോള് ഇടിയപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, നല്ല നൂല് പോലെ ആകണമെന്ന് മാത്രം.